എവ്രിവൺ, എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആവും അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് റിയാക്ഷൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് എൻതാൽപ്പീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദെൻ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. എൻട്രോപ്പി എന്താണ്, ഫ്രീ എനർജി എന്താണ്, ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദെൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. എഗെയിൻ ആ എൻതാൽപ്പീസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക എൻതാൽപ്പീസ് ആയിട്ടുള്ള ലാറ്റിസ് എൻതാൽപ്പീനെ കുറിച്ചിട്ടും അതിന്റെ ഡയഗ്രാമും എല്ലാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ എല്ലാവരും ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ് അടിപൊളിയായിട്ട് കണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് അഷ്വറൻസ് തരികയാണ്. സോ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ദിസ് വർത്ത് ഇറ്റ് അല്ലേ. യെസ്, സോ കൂടുതൽ ലാഗ് അടിപ്പിക്കാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഞാൻ പോവാണ്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. ഓരോ റിയാക്ഷൻസും അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്, എൻതാൽപ്പി ചേഞ്ച് നടക്കുന്നുണ്ട്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ? ഓക്കെ, സോ അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഓരോ അതിലുള്ള റിയാക്ടൻസും പ്രോഡക്ട്സും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനായിട്ട് അനുബന്ധിച്ചുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്നാണ് പറയുന്നത്. സോ ഇവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എന്താ പറഞ്ഞത്? കമ്പസ്റ്റൻ എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഒരു കമ്പസ്റ്റൻ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെടുന്ന അമൗണ്ട് ഓഫ് എനർജീനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. അതിനെ നമ്മൾ പറയുന്നത് ΔCH0 എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. Okay, yes. So standard enthalpy of combustion is defined as the enthalpy change per mole of a substance when it undergoes combustion and all the reactants and products being in their standard state at a specific temperature. ആൻഡ് നമുക്കറിയാം ഈ ഒരു എന്താ പറയുക കമ്പസ്റ്റൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഉണ്ടാവാറുള്ളത്. കറക്റ്റ് അല്ലേ? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ΔCH0 ഇസ് ഓൾവേസ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ അങ്ങനത്തെ കേസിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഇക്വേഷൻ ഇതാണ്: CxHy പ്ലസ് X+Y/4. ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. സോ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക. സോ നമുക്കുള്ളത് ഒരു CxHy എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ ഓക്കെ, യെസ്, അത് റിയാക്ട് ചെയ്യുന്നത് X+Y/4 എമൗണ്ട് ഓക്സിജനുമായിട്ടായിരിക്കും. അങ്ങനെ അവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് X എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും Y/2 എമൗണ്ട് ഓഫ് വാട്ടറും ആയിരിക്കും. ക്ലിയർ ആണോ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് വലിയ ധാരണ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോവാണ് കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ ആണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. മീഥെയിന്റെ കമ്പസ്റ്റൻ നോക്കുമ്പോൾ എനിക്കറിയാം മീഥെയിനെ ഞാൻ CH4 എന്നാണല്ലേ വിളിക്കാം. സോ X+Y/4, ഇവിടെ X എന്താണ്? X = 1 ആണ്, Y = 4 ആണ്. സോ ഇവിടെ 1+4/4 എന്ന് വരും. സോ 1+1 എന്ന് വരും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 2 ഓക്സിജൻ. കറക്റ്റ് അല്ലേ? യെസ്. ഇവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുള്ളൂ, കാരണം X = എന്താണ് ഇവിടെ? 1 ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി Y/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. സോ 2 വാട്ടർ മോളിക്യൂൾ. ഇതായിരിക്കും എന്ത്? മീഥെയിന്റെ കമ്പസ്റ്റൻ ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ റിയാക്ഷന്റെ എന്ത് ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ ചോദ്യത്തിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ അതിന്റെ കമ്പസ്റ്റന്റെ റിയാക്ഷൻ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നോളണം എന്നില്ല. അതിന് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റെമഡി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ തന്നത്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചിരിക്കുക. ഇങ്ങനത്തെ കമ്പസ്റ്റൻ റിയാക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ ഇക്വേഷൻസ് എഴുതാനായിട്ട് കഴിയും.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് എൻതാൽപ്പിയിലേക്ക് പോയാലോ? അതിന് മുന്നേ ഇതായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. സോ ദ കമ്പഷൻ ഓഫ് 1 mole ഓഫ് ബെൻസീൻ ടേക്സ് പ്ലേസ് അറ്റ് 298 Kelvin ആൻഡ് 1 atm പ്രഷർ. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. ആഫ്റ്റർ കമ്പഷൻ നമുക്കറിയാം എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് അത് കൂടാതെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. സോ 3267 kilojoule ഹീറ്റ് എന്ത് ചെയ്തു? ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ FH0 ഓഫ് ബെൻസീൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ബെൻസീന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ എന്താ പറയുക, എലമെന്റൽ സ്റ്റേറ്റിൽ നിന്നും 1 mole ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഉണ്ടാക്കാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി വേണം അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ നമുക്കറിയാം ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 എന്ന് പറഞ്ഞ ആളാണ്. കറക്റ്റ് അല്ലേ? യെസ്. ഇതിന്റെ എലമെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ നമുക്ക് വേണം. ഏത് സ്റ്റേറ്റിൽ? ഗ്രാഫൈറ്റ് ആയിട്ട്. കാരണം നമുക്കറിയാം കാർബണിന്റെ എലമെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് ഗ്രാഫൈറ്റ് ആണ് അല്ലെ? ഇനി നമുക്ക് 3 ഹൈഡ്രജൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ 6 ഹൈഡ്രജൻ വേണമെന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ മോളിക്യൂൾസ് നമ്മൾ എടുക്കും. കറക്റ്റ് അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെൽറ്റ H0 ആണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ക്വസ്റ്റ്യന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബെൻസീൻ 1 mole ഓഫ് എ ബെൻസീൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു C6H6 ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ കമ്പഷൻ നടക്കുകയാണ്. കമ്പഷൻ നടക്കുക എന്ന് പറയുമ്പോൾ എന്താവും? 6+6/4 O2 ആയിട്ട് റിയാക്ട് ചെയ്യും. കാരണം എക്സും വൈയും ഇവിടെ ആരാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉണ്ടാവും. ദെൻ 3 വാട്ടർ മോളിക്യൂൾസും ഇവിടെ ഉണ്ടാവും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ ഇടുകയാണ്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്കുള്ള സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 3267 കിലോ ജൂൾ. കാരണം ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ സൈൻ എന്തായാലും എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ H ഇസ് ഓൾവേസ് നെഗറ്റീവ് ആണ്. അല്ലെങ്കിൽ കമ്പഷന്റെ എനർജി നമുക്ക് എപ്പോഴും അറിയാം, ദാറ്റ് ഇസ് നെഗറ്റീവ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഗെയിൻ അറിയാം 1 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാനുള്ള എമൗണ്ട് ഓഫ് എനർജി ആണ്. സോ നമ്മൾ എന്തെടുത്താൽ മതി? ഒരു കാർബൺ ഗ്രാഫൈറ്റ് ഞാൻ എടുക്കുകയാണ്. ദെൻ ഞാൻ എന്തെടുക്കുകയാണ്? ഒരു ഓക്സിജനും ഞാൻ എടുക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവരെന്തായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? -393.5 കിലോജൂൾ പെർ മോൾ ആണ്. എല്ലാത്തിലും മോൾ ഉണ്ട് കേട്ടോ. യെസ്. ഇവിടെയും പെർ മോൾ ഉണ്ട്, ഇവിടെയും പെർ മോൾ ഉണ്ട്. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ എങ്ങനെ കാണും? നമുക്കറിയാം വാട്ടർ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ 2 ഹൈഡ്രജൻ വേണം. സോ അത് നമ്മൾ എടുത്തു. ദെൻ നമുക്ക് ഒരു ഓക്സിജൻ മതി. സോ half O2. ഇവിടുത്തെ ഡെൽറ്റ H ഫോർമേഷൻ നമുക്ക് തന്നു. എത്രയാണ്? -285.83 കിലോ ജൂൾ പെർ മോൾ ആണെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. സോ ഈ ഇക്വേഷനെ ഞാൻ വിളിച്ചു 2 എന്നും ഈ ഇക്വേഷനെ ഞാൻ വിളിച്ചു 3 എന്നും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് വേണ്ടത് റിയാക്ടന്റിന്റെ സൈഡിൽ നമുക്ക് വേണ്ട എന്താണ്? 6 ഗ്രാഫൈറ്റും 3 ഹൈഡ്രജനും. അതിനായിട്ട് ഞാൻ എന്തെടുക്കാണ്? ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 ഞാൻ എന്ത് ചെയ്താൽ മതി? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ഗ്രാഫൈറ്റ് എനിക്ക് ഇവിടെ കിട്ടും. ദെൻ അഗൈൻ ഇക്വേഷൻ നമ്പർ 3 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3H2 എനിക്ക് റിയാക്ടന്റ് സൈഡിൽ കിട്ടുമല്ലോ. കറക്റ്റ് അല്ലേ? യെസ്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇക്വേഷൻ നമ്പർ 2 × 6ഉം ഇക്വേഷൻ നമ്പർ 3 × 3യും ഞാൻ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താ പറയാ ഇക്വേഷൻ എന്തായിരിക്കും? 6 കാർബൺ ആസ് ഗ്രാഫൈറ്റ് പ്ലസ് എന്താണ്? 6 O2 ഗിവ്സ് എന്ത് കിട്ടും? 6 CO2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഡെൽറ്റ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണോ? ഇതിന്റെ റിയാക്ഷൻ എൻതാൽപ്പി ആണ് നമുക്ക് കിട്ടുക. കാരണം 6 മോൾസ് ഉണ്ടായിരുന്നു. സോ ഇതിന് ഈ ഒരു എമൗണ്ട് ഓഫ് എനർജിനെ ഞാൻ എന്ത് ചെയ്താൽ മതി? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 6 × -393.5 എന്ന് നമുക്ക് ഇതിന്റെ എൻതാൽപ്പി കിട്ടും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 3 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് പറഞ്ഞാൽ 3H2 + 3/2 O2 gives 3H2O എന്ന് നമുക്ക് കിട്ടുമല്ലോ. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. ഇനി ഇതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എത്ര വരും? 3 ×
-285.83 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ എനിക്ക് ഇക്വേഷൻ 2ഉം 3ഉം കിട്ടി. ഇക്വേഷൻ 2ഉം 3 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിയാക്റ്റൻസ് ആയിട്ടുള്ള രണ്ടാള് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ. സോ ഞാൻ ഇതിന് എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ പുതിയ ഉണ്ടായ ഈ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻസിനെ ഞാൻ വിളിക്കുകയാണ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ 4 + 5 ഞാൻ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ 6 കാർബൺ ആസ് ഗ്രാഫൈറ്റ് പ്ലസ് 6 ഓക്സിജൻ മോളിക്യൂൾ പ്ലസ് 3H2 plus 3/2 oxygen molecules gives 6 CO2 plus 3H2 എന്ന് എനിക്ക് കിട്ടിയല്ലോ. യെസ്, ഇതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ΔRH1 എന്നും ഇതിനെ ΔRH2 എന്നും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ ΔRH3 എന്തായിട്ട് മാറും? ദാറ്റ് ഇസ് ഈക്വൽ ടു ΔRH1 പ്ലസ് ΔRH3 എന്ന് നമുക്ക് എഴുതാം. ഇതിനെ ഞാൻ ചെയ്യുന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ക്ലിയർ അല്ലേ? യെസ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടി. ഇനി എനിക്ക് ഈ റിയാക്റ്റൻ സൈഡിൽ വേണ്ട രണ്ടാളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവരെ ഒന്നും എനിക്ക് വേണ്ട. ഇവരെന്ത് ചെയ്യണം? എനിക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അതിനായിട്ട് ഇവിടെ ഇപ്പൊ എനിക്ക് എത്ര കിട്ടും? 6 ഗ്രാഫൈറ്റ് പ്ലസ് 3H2 കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എന്താ ഉള്ളത്? നമ്മളെ 6 ഓക്സിജൻ ഉണ്ട്, 3/2 ഓക്സിജൻ ഉണ്ട്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 15/2 ഓക്സിജൻ എന്ന് നമുക്ക് എഴുതാം. 15/2 ഓക്സിജൻ. ക്ലിയർ ആണോ? സോ ഞാൻ എഴുതാൻ പോവാണ് 6 കാർബൺ ആസ് ഗ്രാഫൈറ്റ് പ്ലസ് 6 അല്ല, എത്ര വരും? 3H2 plus 15/2 O2 gives 6 carbon dioxide plus 3H2O. ക്ലിയർ അല്ലേ? യെസ്. ഇനി എനിക്ക് ഈ സൈഡിൽ എന്താ വേണ്ടത്? ഇവിടെ എനിക്ക് എന്താ വേണ്ടത്? ഈ സൈഡിൽ എനിക്ക് വേണ്ടത് C6H6 ആണ്. അതിനെ കിട്ടാൻ നമുക്കൊരു റിയാക്ഷൻ ഉണ്ട്. ഏതാണ്? ഫസ്റ്റ് റിയാക്ഷൻ. ഈ C6H6നെ അപ്പുറത്തെ സൈഡിൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ചെയ്യണം അല്ലേ. സോ എനിക്ക് കിട്ടിയ ഈ ഒരു റിയാക്ഷനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? 6th റിയാക്ഷൻ. ഓക്കെ, യെസ്. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? 6th റിയാക്ഷന് ഞാൻ ആരെ മൈനസ് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ മൈനസ് ചെയ്യാൻ പോവാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? യെസ്. ഓക്കെ, 6 ഗ്രാഫൈറ്റ് 6 കാർബൺ ആസ് ഗ്രാഫൈറ്റ് പ്ലസ് 3H2 പ്ലസ് 15/2 O2 മൈനസ് എന്ത്? മൈനസ് C6H6 minus 15/2 O2 gives എന്ത്? 6 CO2 plus 3H2O minus 6 CO2 minus 3H2O എന്ന് കിട്ടും. കാരണം നമ്മൾ റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉണ്ടായിരുന്ന ആളുകളെ ഞാൻ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. 15/2 O2 15/2 O2 പോയി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ആ റിയാക്ഷൻ എന്ത് ചെയ്താൽ മതി? നേരെ ഇൻവേഴ്സ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി ഇവിടെ 6 കാർബൺ ഡയോക്സൈഡ് 3H2O എല്ലാം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരാ ബാക്കിയുള്ളത്? 6 കാർബൺ ആസ് ഗ്രാഫൈറ്റ് പ്ലസ് 3H2, ഈ മൈനസ് C6H6 ഇങ്ങോട്ടേക്ക് പോവും. സോ C6H6 ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഇപ്പൊ ഇതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്? ശരിക്ക് എന്താണ്? അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന ആള്. അതാരാണ്? എന്താ നമ്മൾ ചെയ്ത? ഇപ്പോൾ നമ്മുടെ ΔRH1 പ്ലസ് ΔRH2 നമ്മൾ എടുത്തു. ΔRH1 പ്ലസ് ΔRH2 മൈനസ് എന്തെടുക്കാണ്? നമ്മുടെ ഈ ഒരു കമ്പസ്റ്റൻ. അതല്ലേ നമ്മൾ ചെയ്തേ? യെസ്. ഓക്കെ, മൈനസ് കമ്പസ്റ്റൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഫോർമേഷൻ ഓഫ് നമ്മുടെ ബെൻസീൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനെ മൈനസ് ചെയ്യാന്ന് പറഞ്ഞതിന് പകരം നിങ്ങൾക്ക് ആ റിയാക്ഷനെ ഇൻവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാതെ മതി? 1നെ നിങ്ങൾ ഇൻവേഴ്സ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ 4ലേക്ക് ആഡ് ചെയ്താലും മതി. ക്ലിയർ ആണോ? അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ΔC കമ്പസ്റ്റൻ എന്താവും? ഓൾറെഡി നെഗറ്റീവ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആൻഡ് അതപ്പം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്കുള്ളതാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ്
ആറ്റമൈസേഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓൺ ബ്രേക്കിംഗ് വൺ മോൾ ഓഫ് എ ബോണ്ട് കംപ്ലീറ്റ്ലി ടു ഒബ്റ്റെയിൻ ആറ്റംസ് ഇൻ ഗേഷ്യസ് ഫേസ്. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം H2 ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, മോളിക്യൂൾ ആണ് അല്ലെ. ഇവരെ ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ ഇടയിലുള്ള ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ഹൈഡ്രജൻ ആറ്റം മറ്റ ഗേഷ്യസ് സ്റ്റേറ്റ് മാറ്റുന്നതിന് നമ്മൾ എത്ര amount ഓഫ് എനർജി കൊടുക്കണം, ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട amount ഓഫ് എനർജി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. ക്ലിയർ ആണോ? ഇത് ഡയറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇവരുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ട ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ദ എൻതാൽപ്പി ഓഫ് ദാറ്റ്സ് amount ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് വൺ മോൾ ഓഫ് എ ബോണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഡയറ്റോമിക് മോളിക്യൂളിന്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷനും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? യെസ്. ഒരു മിനിറ്റ്, ഞാനിത് ഓക്കെ യെസ്, റെക്കോർഡിംഗ് അല്ലേന്ന് നോക്കിയതാണ്. യെസ്. ഇനി നമുക്ക് എന്തുണ്ട്, സോഡിയം എന്ന് പറയുന്ന മെറ്റലാണ് നമുക്കറിയാം. സോ അവരെപ്പോഴും സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് അവരുടെ ആറ്റംസ് ആയിട്ട് മാറണമല്ലോ. സോ ഇവിടെ ഓൾറെഡി ഇവര് ആറ്റമിക് സ്റ്റേറ്റിലാണ്, പക്ഷെ അവരെന്തിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് എന്താക്കി മാറ്റണം, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ആക്കി മാറ്റണം. അതിനാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, ഗേഷ്യസ് ഫേസ് എന്നുള്ളത് ഞാൻ അതിനാണ് ഇവിടെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ അമൗണ്ട്സ് എന്താ പറയുക, ഇങ്ങനത്തെ എലമെന്റ്സിന്റെ കേസിൽ ഇവരുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്തിന് ഈക്വൽ ആണ്, അവരുടെ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? യെസ്. 1 മോൾ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസിനെ അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിന് നമുക്ക് വേണ്ട amount ഓഫ് എനർജി നമ്മൾ വിളിക്കുന്ന പേരാണത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറയുന്ന ആ റിയാക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഫേസ് ചേഞ്ചിൽ നമ്മൾ ഓരോ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചതായിരുന്നു എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഇവിടെ ഇങ്ങനെ സോഡിയം അല്ലെങ്കിൽ ക്യാംഫർ പോലെയുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം, അവരുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ വിൽ ബി ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് നമുക്കുള്ളതാണ് ബോണ്ട് എൻതാൽപ്പി. എന്താണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ, എനർജി ദാറ്റ് ഇസ് റിക്വയർഡ് ടു ബ്രേക്ക് എ ബോണ്ട് ആൻഡ് ഓർ എനർജി റിലീസ്ഡ് വെൻ എ ബോണ്ട് ഇസ് ഫോംഡ്. ഓക്കെ, യെസ്. അതായത് ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ്, എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. എനർജി ഈസ് റിലീസ്ഡ് വെൻ എ ബോണ്ട് ഇസ് ഫോംഡ്. എനർജി എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഒരു ബോണ്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയാണ്. ആ ബോണ്ട് അവർ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്, ആ ബോണ്ട് ഫോം ചെയ്ത് പറഞ്ഞാൽ അവർ സ്റ്റേബിൾ ആവുകയാണ്. സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞാൽ എനർജി കുറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരിക എന്നാണ് അത് മീൻ ചെയ്യുന്നത്. എനർജി കുറഞ്ഞ സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ അവരെന്ത് ചെയ്യണം, കയ്യിലുള്ള എനർജി റിലീസ് ചെയ്യണം. സോ ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യാണ്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുക്കണം, എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് എ ബോണ്ട്. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എനർജി ആവശ്യമായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഈ ബോണ്ട് എൻതാൽപ്പി നമുക്ക് 2 ടൈപ്പ് ബോണ്ട് എൻതാൽപ്പീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഉണ്ട്, മീൻ ബോണ്ട് എൻതാൽപ്പി ഉണ്ട്. എന്തൊക്കെയാണ്? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആൻഡ് മീൻ ബോണ്ട് എൻതാൽപ്പി. എന്താണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എ ഡയറ്റോമിക് മോളിക്യൂൾ, ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ഇവരുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷനും ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഒന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ? സോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് എ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 മോൾ ഓഫ് എ കോവലന്റ് ബോണ്ട് ഓഫ് എ gaseous covalent compound is broken to its products in gaseous phase. അതായത് ഒരു മോൾ ഡയറ്റോമിക് മോളിക്യൂളിന്റെ, ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവർക്കിടയിലുള്ള 1 മോൾ ബോണ്ട്, 1 മോൾ ഇങ്ങനത്തെ X2 മോളിക്യൂൾസിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവരെ ഗേഷ്യസിലേക്ക് മാറ്റാൻ, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാനായിട്ട് ഞാൻ എത്ര amount എനർജി കൊടുക്കണോ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണെന്ത്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. ഫോർ എ ഡയറ്റോമിക് മോളിക്യൂൾ അത് ഈസിയാണ്. പക്ഷേ ഫോർ എ പോളിഅറ്റോമിക് മോളിക്യൂൾസിന്റെ അറ്റോമിക് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ CH4 നമ്മൾ എന്താണ്, ഇതിനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒരു കാർബണും 4 ഹൈഡ്രജനും ഗേഷ്യസ് സ്റ്റേറ്റുമാണ് നമുക്ക് കിട്ടുക. ഇതിന്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഈ CH4 എന്ന് പറയുമ്പം ഇങ്ങനെയാണെങ്കിലും ഈ ഓരോ ബോണ്ട് ബ്രേക്ക് ചെയ്യാനും നമ്മൾ കൊടുക്കേണ്ട എനർജി എന്താണ്, ഡിഫറെന്റ് ആണ്. ക്ലിയർ ആണോ?
Yes, in methane, all 4 CH bonds are identical in bond length and energy. Bond length അവരുടെ ബോണ്ട് എനർജിയും എല്ലാം എന്താണ്, സെയിം ആണ് ആ 4 ബോണ്ടിന്റെ. പക്ഷേ ആ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട amount ഓഫ് എനർജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു CH4 എടുക്കും. യെസ്, ഓക്കെ, ആദ്യം നമ്മൾ CH4 എടുക്കും. എന്നിട്ട് അതിനെന്താക്കി മാറ്റും, ഒരു CH3യും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറ്റും. അതിന് നമുക്കൊരു പെർട്ടിക്കുലർ amount ഓഫ് എന്ത് വേണം, എനർജി വേണം. ഓക്കെ, അതിന് ഞാൻ ΔH1 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ആരാളുള്ളത്, CH3 ആണുള്ളത്. അതിന് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് amount ഓഫ് എനർജി കൊടുത്തിട്ട് അതിനെ CH2 പ്ലസ് ഹൈഡ്രജൻ ആക്കി മാറ്റുകയാണ്. അതിനെനിക്ക് എന്ത് വേണം, അഗെയിൻ ഒരു പെർട്ടിക്കുലർ amount ഓഫ് എനർജി ഞാൻ കൊടുക്കണം. ഇനി CH2 എന്ന് ഒരു ഹൈഡ്രജനും കൂടെ കളഞ്ഞിട്ട് ഞാൻ CH പ്ലസ് ഹൈഡ്രജൻ ആക്കി മാറ്റുകയാണ്. അതിന് എനിക്ക് വേണ്ട amount ഓഫ് എനർജി ΔH3 എന്ന് ഞാൻ വിളിക്കുകയാണ്. ദെൻ അഗെയിൻ എനിക്ക് എന്താ ബാക്കിയുള്ളത്, അതിൽ നിന്ന് ഒരു ഹൈഡ്രജനും കൂടെ കളഞ്ഞിട്ട് ഇവ എന്തായിട്ട് മാറും, ΔH4 ആയിട്ട് മാറും. ഇങ്ങനെ ഡിഫറെന്റ് amount ഓഫ് എനർജി ഞാൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഓരോ ബോണ്ടിനെയും എന്ത് ചെയ്തത്, ബ്രേക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. CH4 CH3യും ഹൈഡ്രജനായിട്ട് മാറാനായിട്ട് പ്ലസ് 427 കിലോ ജൂൾ പെർ മോളാണ് നമ്മൾ കൊടുത്തത്. ഇനി ഈ CH3 ഒരു ഹൈഡ്രജനെ കൂടെ കളഞ്ഞിട്ട് CH2 ഹൈഡ്രജനായിട്ട് മാറാൻ നമ്മൾ കൊടുക്കേണ്ട amount ഓഫ് എനർജി വീണ്ടും കൂടി 439 ആയി. വീണ്ടും അത് കൂടിയിട്ട് എന്തായിട്ട് മാറി, 452 ആയി. അഗെയിൻ CH എന്ന് ബ്രേക്ക് ചെയ്തിട്ട് 347. ക്ലിയർ ആണോ? പക്ഷെ ആരെങ്കിലും നമ്മളോട് ഇതിന്റെ ബോണ്ട് എന്താൽപ്പി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഇതിനെ പറയാറില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെല്ലാത്തിനെയും ആഡ് ചെയ്തിട്ട് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അവിടെയാണ് എന്ത് വരുന്നത്, പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിലാണ് നമ്മുടെ മീൻ ബോണ്ട് എന്താൽപ്പി വരുന്നത്. അതായത് നമ്മുടെ ഈ ബോണ്ട് എന്താൽപ്പി പ്ലസ് ഈ ബോണ്ട് എന്താൽപ്പി എല്ലാ 4 ബോണ്ട് എന്താൽപ്പിനെയും കൂടെ കൂടിയിട്ട് അതിനെ നമ്മൾ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഇവിടെ 4 സക്സസീവ് സ്റ്റെപ്സിലായിട്ടാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ 4 ബോണ്ട്സ് ആണ് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഒന്നുമില്ല, നമ്മൾ ഇത് 4നെയും കൂട്ടാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണോ? ഡയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ഈസിയാണ്, കാരണം അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പിയും അറ്റോമൈസേഷനും എന്താൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്താണ്, സെയിം ആണ്. പക്ഷെ നിങ്ങൾ ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, അതിന്റെ മീൻ ബോണ്ട് എന്താൽപ്പി നമുക്ക് കിട്ടിയിട്ടുള്ളത് 416 ആണ്. അറ്റ് ദ സെയിം ടൈം അവരുടെ എന്താൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത് 1665 കിലോ ജൂൾ പെർ മോൾ ആണ്. രണ്ടും ഡിഫറെന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ യെസ്, ആൻഡ് നമുക്കൊരു എന്താൽപ്പി ഓഫ് റിയാക്ഷൻ, ഒരു എന്താ പറയാ, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബോണ്ട് എന്താൽപ്പീസിന്റെ കേസിൽ നമുക്ക് പറയാറുണ്ട്. അതെങ്ങനെയാണ്, നമ്മൾ എന്താൽപ്പി ഓഫ് ഫോർമേഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ് നമുക്ക് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ΔRH ബോണ്ട് എന്താൽപ്പീസിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ബോണ്ട് എന്താൽപ്പീസ് ഓഫ് റിയാക്ടൻസ് മൈനസ് ബോണ്ട് എന്താൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ബോണ്ട് എന്താൽപ്പീസ് ഓഫ് റിയാക്ടൻസ് മൈനസ് ബോണ്ട് എന്താൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ചെയ്യുക. എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ബോണ്ട് എന്താൽപ്പി ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ് ആണ് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് വൺ നമുക്കുള്ളതാണ് എന്താൽപ്പി ഓഫ് സൊല്യൂഷൻ എന്താൽപ്പി. അതായത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര amount ഓഫ് എനർജി ചേഞ്ച് നടക്കുന്നുണ്ടോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, എന്താൽപ്പി ഓഫ് സൊല്യൂഷൻ. എന്താൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് എന്താൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ സ്പെസിഫൈഡ് amount ഓഫ് സോൾവെന്റ്. ഒരു 1 ലിറ്റർ സോൾവെന്റ് ഞാൻ എടുത്തിട്ട് അതിലേക്ക് 1 mole സൊല്യൂട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് അതിനെ ഞാൻ മിക്സ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ആക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്താൽപ്പി ഓഫ് സൊല്യൂഷൻ. ഞാൻ പറഞ്ഞു ഈ ഒരു എന്താൽപ്പീസ് പറയുമ്പോൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ് നമ്മൾ പറയുന്നത് ഇവിടെ എല്ലാം. ക്ലിയർ ആണോ? സോ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്ന പ്രോസസ്സ് ആലോചിക്കുക. ഒരു പെർട്ടിക്കുലർ 1 ലിറ്റർ വാട്ടർ ഞാൻ എടുത്തിട്ട് 1 mole ഞാൻ ഷുഗർ അതിലേക്ക് ഇടുമ്പോൾ അവിടെ എത്ര amount എനർജി ചേഞ്ച് നടക്കുന്നുണ്ടോ അതിന് ഞാൻ വിളിക്കുന്ന പേരാണെന്ത്, എന്താൽപ്പി ഓഫ് സൊല്യൂഷൻ എന്നുള്ളത്. ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് സൊല്യൂട്ട് എന്താ പറയുക, സോളിഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ when an ionic compound dissolve in a solvent, the ion leaves their ordered position on the crystal lattice.
കറക്റ്റ് അല്ലേ? യെസ്, നമുക്കറിയാം ഒരു അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ ഓരോ അയോണിക് കോമ്പൗണ്ട്സിനും അതിൻ്റെതായിട്ടുള്ള ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അവർക്ക് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഒരു സൊല്യൂട്ടിനാണ് ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ സോൾവെന്റിലേക്ക് ഇടുക എന്ന് പറയുമ്പം ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് ഇവർ പുറത്ത് വന്നിട്ട് ഒരു പുതിയ അറേഞ്ച്മെന്റ് ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കും. അതായത് ഇവരെന്താണ് ഇപ്പൊ നമ്മുടെ സോൾവെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പണ്ട് ഇവർ സൊല്യൂട്ട് ആയ സമയത്ത് ഇവരങ്ങനെ ഒരു ഓർഡർലി അറേഞ്ച്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവർ സോൾവെന്റിലേക്ക് ഇട്ട സമയത്ത് ഇവർ ആ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവരിങ്ങനെ ഫ്രീ ആയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ഒരു എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ നൗ മോർ ഫ്രീ ഇൻ ദ സൊല്യൂഷൻ ബട്ട് സോൾവേഷൻ ഓഫ് ദീസ് അയോൺസ് ഓൾസോ ഒക്കേഴ്സ് അറ്റ് ദ സെയിം ടൈം. അതായത് ഇവർ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അവരുടെ ലാറ്റിസ് അവർ ബ്രേക്ക് ചെയ്തു. ഇതിനെ നമ്മൾ ഈ ഓർഡർലി അറേഞ്ച്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് അവരുടെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. എന്താ വിളിക്കുക? ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ 12th പഠിക്കേണ്ടതായിരുന്നു സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അൺഫോർച്ചുനേറ്റ്ലി ആ ചാപ്റ്റർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് ഉള്ള അയോണിക് കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അവരുടെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, ഈ ഒരു അറേഞ്ച്മെന്റിനെ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യണം. അതിന്റെ അമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിസ് എൻതാൽപ്പി. അതെന്താന്നുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്, സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിസ് എൻതാൽപ്പി. അങ്ങനെ ആയോ ഇവരെന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. പക്ഷെ ഇത് സോൾവെന്റിൽ എത്തിയിട്ട് അവിടെ ഡിസോൾവ് ആവണ്ടേ? ഡിസോൾവ് ആവണമെങ്കിൽ ഇവിടെ എന്ത് വേണം? വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് ഇവര് ഒരു ബോണ്ട് ഫോം ചെയ്യണം. ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് അവർ ബോണ്ട് ഫോം ചെയ്ത അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണത് സോൾവേഷൻ. അപ്പൊ നമുക്ക് എന്ത് വേണം ഇവിടെ? എൻതാൽപ്പി ഓഫ് സോൾവേഷൻ അല്ലെങ്കിൽ സോൾവേഷൻ എൻതാൽപ്പിയും നമുക്കിവിടെ വേണം സൊല്യൂഷൻ ഫോം ചെയ്യണമെങ്കിൽ. അതായത് നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ എച്ച് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ലാറ്റിസ് പ്ലസ് എന്താണ്? ഡെൽറ്റ എച്ച് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ സോൾവേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഹൈഡ്രേഷൻ സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ അതിനെ നമുക്ക് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണോ? അതായത് നമ്മുടെ ഈ ഒരു എ ബി എന്ന് പറയുന്ന ഈ ഒരു സോളിഡ് അയോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആദ്യം എന്ത് ചെയ്യും? അവരുടെ ലാറ്റിസ് ബ്രേക്ക് ആയിട്ട് എ പ്ലസ് ഗ്യാസും ബി മൈനസ് ഗ്യാസും ആയിട്ട് മാറും. ഇനി ഇവർ രണ്ടുപേരും കൂടെ നമ്മൾ എങ്ങോട്ട് പോവാണ്? വാട്ടർ മോളിക്യൂളിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ സോൾവേഷൻ നടക്കണം. വാട്ടർ മോളിക്യൂൾസ് അവരുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെൽറ്റ എച്ച് ഹൈഡ്രേഷൻ. സോ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. സോ അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എച്ച് സൊല്യൂഷൻ ഈക്വൽ ടു ഡെൽറ്റ എച്ച് ലാറ്റിസ് പ്ലസ് ഡെൽറ്റ എച്ച് ഹൈഡ്രേഷൻ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഇനി നമ്മൾ ഡെൽറ്റ എച്ച് സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിലും ഡെൽറ്റ എച്ച് സൊല്യൂഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് ദ ഡിസോസിയേഷൻ പ്രോസസ് ഈസ് എൻഡോതെർമിക്. ക്ലിയർ ആണോ? യെസ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ തന്നെ അതെന്താ മീൻ ചെയ്യുന്നത്? ആ ഒരു റിയാക്ഷൻ ഈസ് എൻഡോതെർമിക് എന്നാണ് മീൻ ചെയ്യുന്നത്. നമുക്കറിയാം അല്ലേ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഇസ് എക്സോതെർമിക് ആൻഡ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഇസ് എൻഡോതെർമിക്. സോ മോസ്റ്റ് ഓഫ് ദ അയോണിക് കോമ്പൗണ്ട്സിനും ഡെൽറ്റ എച്ച് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസോസിയേഷൻ ആണ്, ഡിസൊല്യൂഷൻ ആണ് കേട്ടോ. യെസ്, എൻഡോതെർമിക് ആണ്. ആർക്ക്? അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോലിബിലിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദ സോൾട്ട് ഇൻ വാട്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കാരണം എന്താണ്? ടെമ്പറേച്ചർ കുറച്ചു കൊടുത്താൽ അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ നമ്മൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുന്ന സൈഡിലേക്ക് റിയാക്ഷൻ പോവും. കുറയുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷന്റെ സൈഡ്. ഇവിടെ എൻഡോതെർമിക് റിയാക്ഷന്റെ സൈഡ് എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ആണ്. സോ ഓരോ സോൾട്ടിനും നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? ഡിസോൾവ് ആവും എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? യെസ്. ഇനിയിപ്പം ഏതെങ്കിലും ഒരു അയോണിന്റെ ലാറ്റിസ് എൻതാൽപ്പി വളരെ ഹൈ ആണെന്ന് വിചാരിക്കുക. വളരെ ഹൈ ആണെങ്കിൽ ഈ എ ബി എസിന് ഒരിക്കലും ആരാവാൻ പറ്റില്ല? എ പ്ലസ് ഗ്യാസും ബി മൈനസ് ഗ്യാസും ആയിട്ട് മാറാൻ പറ്റില്ല. കാരണം ഈ ഒരു എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അത് അത്രയും ഹൈ ആണെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് എനർജി അതിന് ആവശ്യമായിട്ട് വരും. സോ അവരെന്തായിട്ട് മാറില്ല? എ പ്ലസ് ഗ്യാസും ബി മൈനസ് ഗ്യാസും ആയിട്ട് മാറില്ല. അങ്ങനത്തെ ആളുകൾ എന്താവില്ല? സോലുബിൾ ആവില്ല. അല്ലെങ്കിൽ അവരുടെ ഡിസൊല്യൂഷൻ എന്ത് ചെയ്യില്ല? നടക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. If lattice enthalpy is very high, the dissolution of the compound may not take place at all.
ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോലിബിലിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദ സോൾട്ട് ഇൻ വാട്ടർ ഇൻക്രീസസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. ദെൻ ഓൾസോ അഗെയിൻ മോസ്റ്റ് ഓഫ് ദ അയണിക് കോമ്പൗണ്ട്സിനും അവരുടെ ഡെൽറ്റ എച്ച് സൊല്യൂഷൻ എന്താണ്? പോസിറ്റീവ് ആണ്. ആൻഡ് അവരുടെ ഡിസോസിയേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പൊ തന്നെ പഠിക്കാൻ പോകുന്ന ആളാണ് ആര്? നമ്മുടെ ലാറ്റിസ് എൻതാൽപ്പി. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഒരു അയോണിക് സോളിഡ് അതിന്റെ പെർട്ടിക്കുലർ അയോണിൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറാനായിട്ട് എത്ര അമൗണ്ട് എനർജി വേണം, അല്ലെങ്കിൽ അങ്ങനെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അയോൺസ് അവരുടെ ലാറ്റിസ് ആയിട്ട് മാറാനായിട്ട് എത്ര അമൗണ്ട് ഓഫ് എനർജി വേണം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി ഓഫ് an ionic compound is the enthalpy change which occurs when 1 mole of an ionic compound dissociate into ion in its gaseous state. അതായത് ABs എന്ന് പറയുന്ന ഈ ഒരു സോളിഡ് അതിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും പൊട്ടി വന്നിട്ട് A+ ഗ്യാസും B- ഗ്യാസും ആവാനായിട്ട് എത്ര അമൗണ്ട് ഓഫ് എനർജി വേണം, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ളത്. അല്ലെങ്കിൽ നേരെ തിരിച്ചുള്ള റിയാക്ഷൻ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. ദിസ് ഇസ് ഓൾവേസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. ഈ ഒരു ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ലാറ്റിസ് എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ക്ലിയർ ആണോ? യെസ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ലാറ്റിസ് എൻതാൽപ്പി വളരെ കൂടുതലാണെങ്കിൽ ഒരു സോൾട്ടിന്റെ ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടക്കാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ലാറ്റിസ് എൻതാൽപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്നുള്ളത്. സോ ഈ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ബൈ എക്സ്പെരിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതായത് അതിന്റെ ലാറ്റിസ് പൊട്ടിച്ചിട്ട് അവരുടെ A+ ഗ്യാസും B- ഗ്യാസും ആവാനായിട്ട് നമ്മൾ എത്ര അമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം എന്നുള്ളത് എക്സ്പെരിമെന്റലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനായിട്ട് നമുക്കുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഇതാണ് നമ്മുടെ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എൻതാൽപ്പി ഡയഗ്രാം ആണ് ഈ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറഞ്ഞത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അവരുടെ ലാറ്റിസ് എൻതാൽപ്പി നമ്മൾ കണ്ടുപിടിക്കുക. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് വഴി നമുക്ക് ഒരിക്കലും ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. ക്ലിയർ ആണോ? യെസ്. ഈ ഒരു സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ സം ഓഫ് എൻതാൽപ്പി ചേഞ്ചസ് അറൌണ്ട് ദ സൈക്കിൾ ഇസ് 0. നമുക്കറിയാം ഒരു സൈക്കിൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഡെൽറ്റ എച്ച് ഒക്കെ പറയുന്നത് ദാറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണല്ലേ. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് ഏതാണ്, ഫൈനൽ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആരിക്കുന്നത്? എൻതാൽപ്പീസ് എല്ലാം ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒക്കെ ഒന്ന് തന്നെയാണെങ്കിൽ അവിടെ എന്തില്ല? എൻതാൽപ്പി ചേഞ്ച് അവിടെ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ പറയാനായിട്ട് പോകുന്നത് NaCl എന്ന് പറയുന്ന സോളിഡ് ഉണ്ടാവുന്ന കാര്യമാണ്. ഓക്കെ ആണോ? യെസ്. NaCl എന്ന് പറയുന്ന സോളിഡ് ഉണ്ടാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ എനിക്കിവിടെ സോഡിയം സോളിഡ് ഉണ്ട്, ഇവിടെ നമുക്ക് ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്, അല്ലെങ്കിൽ ½ Cl2 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന് ഞാൻ ആദ്യം ആരായിട്ട് മാറ്റണം? സോഡിയം ഗ്യാസ് ആയിട്ട് മാറ്റണം. ഇതിനെ എനിക്ക് എന്ത് കിട്ടണം? ഒരു ക്ലോറിൻ ആയിട്ട് കിട്ടണം. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഡിസോസിയേഷൻ എൻതാൽപ്പി ഞാൻ ഇവിടെ കൊടുക്കണം, ഇവിടെ ഞാൻ സബ്ലിമേഷൻ എൻതാൽപ്പിയും ഞാൻ ഇവിടെ കൊടുക്കണം. കറക്റ്റ് അല്ലേ? ഇനി ഇവൻ എനിക്ക് ആരായിട്ട് മാറ്റണം? Na+ ആയിട്ട് മാറ്റണം. അത് ഞാൻ എന്ത് കൊടുക്കണം? അയോണൈസേഷൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് അയോണൈസേഷൻ കൊടുക്കണം. അപ്പോൾ എനിക്ക് Na+ ഗ്യാസ് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ ക്ലോറിൻ മൈനസ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരെയും എന്തായിട്ട് കിട്ടി? ഗ്യാസസ് ആയിട്ട് കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇത് രണ്ടുപേരെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ എന്താ കിട്ടുക? NaCl എന്ന് പറയുന്ന സോളിഡ് ആണ് കിട്ടുക. ഇതിന്റെ നമുക്ക് എത്രയാണ് വേണ്ടത്? ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് NaCl ആണിത്. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, ഇവരെ രണ്ടുപേരെയും കൂടി ചേർന്നാൽ നമുക്ക് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് NaCl ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ. ആൻഡ് ഇവരെന്തായിട്ട് മാറുകയാണ്? NaCl സോളിഡ് ആയിട്ട് മാറാൻ ഈ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ളത്.
ക്ലിയർ അല്ലേ? സോ ഈ ഒരു സൈക്കിൾ മുഴുവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ എടുത്തു സോഡിയം. ഓക്കെ, ഈ സോഡിയം പ്ലസ് ഹാഫ് Cl2 ഗ്യാസ് ഞാൻ എടുത്തിട്ട് സോഡിയം സോളിഡിനെ ഞാൻ ആദ്യം ഗ്യാസ് ആക്കി മാറ്റി. അതിനെനിക്ക് വേണ്ടത് സബ്ലിമേഷൻ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഡിയം ഗ്യാസിനെ Na+ ആക്കി മാറ്റി. Na+ ആക്കി മാറ്റാൻ എനിക്ക് വേണ്ടത് അയോണൈസേഷൻ എന്താൽപ്പി. കറക്റ്റ് അല്ലേ? ഇപ്പോഴും ഞാൻ ഹാഫ് Cl2 അതുപോലെ തന്നെ വെച്ചിട്ടാണ്. യെസ്, ഇനി ഞാൻ ഹാഫ് ഓഫ് ബോണ്ട് എന്താൽപ്പി എടുത്തു കഴിഞ്ഞാൽ ഹാഫ് Cl2 മാറിയിട്ട് ഒരു Cl ആയിട്ട് മാറും. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അപ്പൊ അതായത് കാരണം എന്താണ്, നമ്മൾ ഒരു ക്ലോറിൻ്റെത് മുറിക്കാനായിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത് ബോണ്ട് എന്താൽപ്പി വേണ്ടത്. ഇവിടെ ഹാഫ് Cl2 ആണുള്ളത്. സോ നമ്മൾ എന്തെടുത്താൽ മതി, ഹാഫ് ബോണ്ട് എന്താൽപ്പി നമ്മൾ ഇവിടെ എടുക്കണം. ഇപ്പൊ നമുക്ക് ഇവർ രണ്ടുപേരെയും കിട്ടിയല്ലോ. ഇവർ രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലോറിൻ ഗ്യാസിന് നമുക്ക് ക്ലോറിൻ മൈനസ് ആക്കാൻ നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൊടുക്കണം. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇവരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് NaCl ഗ്യാസ് ആവുന്ന അല്ലെ സോൾഡ് ആവുന്ന ആ ഒരു പ്രോസസ്സിന്റെ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മുടെ ലാറ്റിസ് എന്താൽപ്പി എന്ന് പറയുന്നത്. ഇവരുടെ കോമ്പണൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ΔH ഫോർമേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പോ ഈ ഒരു റിയാക്ഷൻ ഇങ്ങനെ പോയിട്ട് എവിടെ എത്തുകയാണ്, ഇവിടെ തന്നെ എത്തുകയാണ്. കറക്റ്റ് അല്ലേ? യെസ്, ഇവിടെ തന്നെ എത്തുകയാണ്. സോ നമുക്ക് ഈ ഓൾ സൈക്കിളിനെ നമുക്ക് എന്താക്കി പറയാം, 0 ആക്കി പറയാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? അതായത് ഡെൽറ്റ സബ്ലിമേഷൻ പ്ലസ് ഡെൽറ്റ അയോണൈസേഷൻ പ്ലസ് ഹാഫ് ബോണ്ട് എന്താൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പ്ലസ് ലാറ്റിസ് എന്താൽപ്പി ഈക്വൽ ടു അല്ലെങ്കിൽ എന്താണ് മൈനസ് എന്ത് ഫോർമേഷൻ എന്താൽപ്പി ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. കാരണം ഇതെല്ലാം ഒരേ ഡയറക്ഷനിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്ന ആര് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഫോർമേഷൻ മാത്രമേ ഉള്ളൂ. സോ അതിന് നമ്മൾ എന്ത് എഴുതണം, ഓപ്പോസിറ്റ് സൈൻ കൊടുക്കണം. മൈനസ് ΔF ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ΔF ഇസ് ഈക്വൽ ടു ഇത്രയും നമുക്ക് കിട്ടും. ഇതെല്ലാത്തിന്റെ വാല്യൂസ് നമുക്ക് അറിയുന്നതാണ്. അറിയാത്ത ആൾ ആകെ ലാറ്റിസ് മാത്രമേ ഉള്ളൂ. സോ ഈ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ ലാറ്റിസ് എന്താൽപ്പീനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാത്ത ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ദാറ്റ് ഇസ് ΔH ലാറ്റിസ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിറ്റി എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുമില്ല, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ എയ്ഡിന്റെ ആവശ്യം അവിടെ ഇല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ദാറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഹാവിംഗ് ദ പൊട്ടൻഷ്യൽ ടു പ്രൊസീഡ് വിത്തൗട്ട് ദി അസിസ്റ്റൻസ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻസിന്റെ സഹായമൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സ്പോണ്ടേനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അതായത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് മേ ഓൺലി ബി റിവേഴ്സ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി. എന്തായാലും അതിന്റെ ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് എന്താ പറയുക, എക്സ്റ്റേണൽ എനർജിന്റെ എയ്ഡൊന്നും ഇല്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായാലും നമ്മൾ ഒരു എനർജി കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി അവിടെ എന്തെങ്കിലും ഒരു എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എല്ലാ റിയാക്ഷൻസും എന്താണ്, സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആണ്. അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആയതുകൊണ്ടാണ് അവർ നേച്ചുറലി ഒക്കറിങ് ആയത്. Okay, yes, and spontaneous chemical reactions are otherwise called feasible അല്ലെങ്കിൽ probable അല്ലെങ്കിൽ irreversible reactions എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് നമ്മുടെ spontaneous chemical reactionsനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വേറെ പേരാണെന്ത്, they are feasible അല്ലെങ്കിൽ probable അല്ലെങ്കിൽ irreversible reactions എന്ന് നമുക്ക് അവരെ വിളിക്കാനായിട്ട് കഴിയും. ആരെയാണ് spontaneous reactionsനെ. ഇനി എന്താണ് ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സ്റ്റേണൽ എനർജിന്റെ ഹെൽപ്പോട് കൂടി നടക്കുന്ന റിയാക്ഷൻസിനെ നമുക്ക് എന്ത് വിളിക്കാം, പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി, ദാറ്റ് ഇസ് കോൾഡ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. ഇനി
വാട്ട് ഇസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ എ സ്പോണ്ടേനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഒരു എക്സോതെർമിക് റിയാക്ഷൻസ് എന്തായാലും ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. കാരണം ഒരു എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ എനർജി ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അതായത് കൂടുതൽ എനർജി ഉള്ള ആളെ എനർജി കുറഞ്ഞ സ്ഥലത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാന്നാണ് അർത്ഥം. അതായത് നമുക്ക് എപ്പോഴും അറിയാം ഒരു ചൂടുള്ള ബോഡിയും തണുത്ത ബോഡിയും നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് വിൽ ഫ്ലോ ഫ്രം ചൂടുള്ള ബോഡി ടു തണുത്ത ബോഡി. കറക്റ്റ് അല്ലേ? യെസ്. അതിന് നമ്മൾ വേറെ എന്തെങ്കിലും എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണോ? വേണ്ട. ആ റിയാക്ഷൻ അങ്ങനെ നടന്നോളൂ. പക്ഷേ ചൂടുള്ള ബോഡിന്ന് തണുത്ത ബോഡിന്ന് ചൂടുള്ള ബോഡിയിലേക്ക് തണുപ്പ് വരുമോ? ഇല്ല. ആ റിയാക്ഷൻ നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. സ്പോണ്ടേനിയസ് പ്രോസസ്സിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എനർജി ചേഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം വെള്ളം മേലെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമ്മളിങ്ങനെ വെച്ചാൽ തന്നെ എന്ത് ചെയ്യും, താഴോട്ട് വീഴും. പക്ഷെ താഴെയുള്ള ഒരു സാധനം വെള്ളത്തിനെ ഞാൻ മേലേക്ക് വലിക്കണമെങ്കിൽ ഞാൻ വല്ല മോട്ടർ യൂസ് ചെയ്യണ്ടേ? കറക്റ്റ് അല്ലേ? അതായത് മേലെ വെള്ളം ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരുന്നത് ഇസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. പക്ഷെ അത് താഴെ നിന്നും മേലേക്ക് പോകുന്ന എന്താണ്, ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. സോ ഡ്രൈവിംഗ് ഫോഴ്സ്, സ്പോണ്ടേനിറ്റിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും ഓൾ എക്സോതെർമിക് റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് ആണ്. കാരണം ഇവിടെ എനർജി എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? യെസ്. അതാണ് നമുക്കിവിടെ ഈ ഒരു ഗ്രാഫ് തന്നിട്ടുള്ളത്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ് ഇവിടെയും എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് ഇവിടെയുമാണ് ഉണ്ടായിരിക്കുക ഫോർ എൻ എക്സോതെർമിക് റിയാക്ഷൻസ്. എനർജി അത്രയും എമൗണ്ട് ഓഫ് എനർജി അവിടെ ഇവോൾവ് ചെയ്തിട്ട് കൂടുതൽ സ്റ്റേബിൾ ആയ കണ്ടീഷനിലേക്ക് അവർ എത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ റിയാക്ഷൻ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. വാട്ടറിന്റെ ഫോർമേഷൻ, HCl ഫോർമേഷൻ, ഇതെല്ലാം നമുക്ക് എന്ത് പറയാം, എക്സോതെർമിക് റിയാക്ഷൻസ്, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അവർ അബ്സോർബ് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു എക്സ്റ്റേണൽ എനർജി അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ സം ഓഫ് ദി എൻഡോതെർമിക് റിയാക്ഷൻസ് ആർ സ്പോണ്ടേനിയസ്. ലൈക്ക് എന്തൊക്കെ, NO2ന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, കാർബൺ ഡൈസൾഫൈഡിന്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എൻഡോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അവർ പ്രോഡക്ട്സ് ആയിട്ട് മാറുകയാണ്. അതായത് റിയാക്ടൻസിന്റെ എമൗണ്ട് ഓഫ് എനർജി കുറവാണ് കമ്പയർഡ് ടു പ്രോഡക്ട്സ്. കുറച്ച് സ്റ്റേബിൾ അല്ലാത്തൊരു കണ്ടീഷൻസിലേക്കാണ് ഇവർ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ most of the endothermic reactions എന്തല്ല, സ്പോണ്ടേനിയസ് അല്ല, ബട്ട് സം ഓഫ് ദം ആർ സ്പോണ്ടേനിയസ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രൈവിംഗ് ഫോഴ്സ് ഇന്നതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല. കാരണം അതിലും നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. സം ഓഫ് ദി എക്സോതെർമിക് റിയാക്ഷൻസ് എന്താണ് നമ്മൾ പറഞ്ഞു, സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ്, ചില എൻഡോതെർമിക് റിയാക്ഷൻസും എന്താണ് അവർ സ്പോണ്ടേനിയസ് ആണ്. എല്ലാ എക്സോതെർമിക് റിയാക്ഷൻസും സ്പോണ്ടേനിയസ്. ക്ലിയർ അല്ലേ? ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ സം റിയാക്ഷൻസ് വിത്ത് ΔH ഈക്വൽ ടു 0 അവർ സ്റ്റിൽ എന്താണ്, സ്പോണ്ടേനിയസ് ആണ്. എക്സാമ്പിൾ ഡിഫ്യൂഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഒരു ബോക്സിൽ ഞാനൊരു X എടുത്തിട്ടുണ്ട്, അടുത്ത ബോക്സിൽ ഞാൻ Y എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരെ ഞാൻ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ്, ഡിഫ്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ΔH എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ കേസിൽ നമുക്ക് എക്സോതെർമിക് റിയാക്ഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് എനർജി കൊടുത്താൽ അവർ സ്പോണ്ടേനിയസ് ആവും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ അല്ലേ? ദാറ്റ് മീൻസ് അവിടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളും കൂടെ ഒക്കെ വരുന്നുണ്ട് ഈ സ്പോണ്ടേനിറ്റി നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? അവിടെയാണ് നമ്മൾ പുതിയ ടേംസിനൊക്കെ ഉള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. സ്പോണ്ടേനിറ്റിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വീണ്ടും വേറെ ഓരോ ടേംസ് ഒക്കെ തേടി നമ്മളിങ്ങനെ പോവാണ്. ഓക്കെ ആണോ? യെസ്. കഥ അവസാനിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ആര് വരുന്നത്, എൻട്രോപ്പി. ഓക്കെ, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഒരു കുരുത്തക്കേട് ഉള്ളതുകൊണ്ട് തന്നെ ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദാറ്റ് ഇസ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. അതായത് മൂപ്പർക്ക് ഓർഡർ ആയി നിൽക്കുന്നത് തീരെ ഇഷ്ടമില്ല, ഡിസോർഡർ ആയി ഇങ്ങനെ നിൽക്കണം, പരന്നിങ്ങനെ നിൽക്കണം. ഓക്കെ, യെസ്. ഓർഡർ ആണെങ്കിൽ എൻട്രോപ്പി എന്താവും, 0, അല്ലെങ്കിൽ എൻട്രോപ്പി വളരെ കുറവായിരിക്കും, <0 വരെ പോവാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കൂടുതൽ ഓർഡർലി അറേഞ്ച്മെന്റ് ആണെങ്കിൽ എൻട്രോപ്പി വളരെ കുറവായിരിക്കും. ഭയങ്കര റാൻഡംനെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചറപറായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻട്രോപ്പി വിൽ ബി വെരി ഹൈ. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്, എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അതിന്റെ എൻട്രോപ്പി ഓഫ് ദാറ്റ് സിസ്റ്റം എന്നുള്ളത്.
ക്ലിയർ അല്ലേ? യെസ്. ആസ് ദ ഡിസോർഡർനെസ് ഇൻക്രീസസ് എൻട്രോപ്പി ഓൾസോ ഇൻക്രീസ്. നമ്മൾ പറഞ്ഞു ഡിസോർഡർനെസ് ഇൻക്രീസ് ചെയ്താൽ എന്തും ഇൻക്രീസ് ചെയ്യും, എൻട്രോപ്പിയും ഇൻക്രീസ് ചെയ്യും. കാരണം ആ ഡിസോർഡർനെസിന്റെ മെഷർ ആണല്ലോ എൻട്രോപ്പി. ക്ലിയർ? യെസ്. ഇനി എൻട്രോപ്പി ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതെന്തുണ്ട്, അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണ് എന്ത് നമ്മുടെ എൻട്രോപ്പി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ എക്സാമ്പിൾ നമ്മൾ പഠിച്ച കാര്യമായിരുന്നു എൻട്രോപ്പി ഒക്കെ. നമ്മൾ പറഞ്ഞു അത് നമ്മൾ അവസാനം പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഓക്കെ. യെസ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഒരിക്കലും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പാത്ത് ഫംഗ്ഷൻസ് രണ്ടെണ്ണം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ദാറ്റ് ഈസ് വർക്ക് ആൻഡ് ഹീറ്റ്. ഓക്കെ. യെസ്. ഇതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് ഇതിന്റെ യൂണിറ്റ് വരുന്നത്. ഇനി എൻട്രോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹീറ്റ്, ഒരു സിസ്റ്റത്തിന്റെ ഹീറ്റ് ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും? അയോണിക് അല്ലെങ്കിൽ അവിടുത്തെ മൊബിലിറ്റി കൂടും. മൊബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ഡിസോർഡർനെസ് കൂടുമല്ലോ. ആദ്യം മൊബൈൽ ആവാത്ത ആളുകളും കൂടെ ഇപ്പൊ എന്ത് ചെയ്തു, മൊബൈലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് തുടങ്ങി, മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അവിടുത്തെ എൻട്രോപ്പി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ദാറ്റ് means heat is directly proportional to entropy എന്ന് നമുക്ക് പറയാം. ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻട്രോപ്പി. പക്ഷേ ടെമ്പറേച്ചറിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരാളുണ്ട്, 70 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ വാട്ടർ തന്നെ എടുക്കാം. ഞാൻ 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടറും 70 ഡിഗ്രി സെൽഷ്യസ് വാട്ടറും എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരേ എമൗണ്ട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, യെസ്, എവിടെയായിരിക്കും ഡിസോർഡർനെസ് പെട്ടെന്ന് കാണിക്കുന്നത്? 70 ഡിഗ്രിയിലായിരിക്കും. കാരണം ഇവിടെ മാക്സിമം ഡിസോർഡർനെസ്സിലാണ് ഇവരുള്ളത്. 100 ഡിഗ്രി ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇവർക്ക് ഇനിയും 100 എത്തുന്നത് വരെ ഇവരൊക്കെ എന്ത് കാണിക്കാം? ഡിസോർഡർനെസ് ഒക്കെ കാണിക്കാം. ഇവിടെ കാണിക്കുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് ഡിസോർഡർനെസ് എവിടെ കാണിക്കും? ഇവിടെ കാണിക്കും. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡർനെസ് എന്ത് ചെയ്യാം? കൂടാം. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻട്രോപ്പി എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് നമുക്ക് പറയാം ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. എൻട്രോപ്പി ചേഞ്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്നുള്ളത്. സോ ഡെൽറ്റ എസ് എന്തായിരിക്കും? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു S2 - S1 ആണ്. ക്ലിയർ ആണോ? ഡെൽറ്റ എസിന്റെ ഇക്വേഷൻ എന്താണ്? ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ്. ഓക്കെ ആണോ? യെസ്. നമ്മുടെ ഈ യൂണിവേഴ്സിന്റെ ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? സിസ്റ്റത്തിന്റെ എൻട്രോപ്പി പ്ലസ് സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പി ആയിരിക്കും ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൻട്രോപ്പിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എൻട്രോപ്പിയും നമ്മുടെ സ്പോണ്ടേനിറ്റിയുമായിട്ടും ബന്ധമുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇറ്റ്സ് എൻട്രോപ്പി ഈസ് മാക്സിമം ആൻഡ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി വിൽ ബി ഈക്വൽ ടു 0. അറ്റ് ഇക്വിലിബ്രിയം എന്താണ്? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 0 ആണ് അറ്റ് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ആൻഡ് നമുക്കറിയാം ഈ ഫോർ എ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ ആണെങ്കിൽ അവരുടെ ഡെൽറ്റ യു എപ്പോഴും എന്താണ്? 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ പറയുക, ഒരു ഐസോതെർമൽ എക്സ്പാൻഷന്റെ കേസിൽ അത് റിവേഴ്സിബിൾ ആണെങ്കിലും ഇറിവേഴ്സിബിൾ ആണെങ്കിലും അവരുടെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കാരണം അവരുടെ ടെമ്പറേച്ചർ എന്താണ്? ഡെൽറ്റ ടി എന്താണ്? 0 ആണ്. പക്ഷേ ഡെൽറ്റ എസ് ടോട്ടൽ ഒരിക്കലും എന്താവില്ല. ഓക്കെ 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 ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് ഈസ് നോട്ട് 0 ഫോർ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് ഒരിക്കലും ഡെൽറ്റ എസ് ടോട്ടൽ എന്താവില്ല? 0 ആവില്ല. നമുക്കറിയാം ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. കറക്റ്റ് അല്ലേ? യെസ്. ദസ് ഡെൽറ്റ യു ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ് വേറസ് ഡെൽറ്റ എസ് ഡസ്. കാരണം ഡെൽറ്റ എസ് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് എന്താവാം? 0 ആവാം. പക്ഷേ ഡെൽറ്റ എസ് ടോട്ടൽ ഫോർ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ക്ലിയർ ആണോ? സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്ങിന്റെയും എൻട്രോപ്പിയുടെ സമ്മാണ് എപ്പോഴും ഡെൽറ്റ എസ് ടോട്ടൽ ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് അത് 0 ആവാം. ക്ലിയർ ആണോ? സോ ഡെൽറ്റ യുവിനെക്കാട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിന് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് പറയാൻ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? എൻട്രോപ്പി ആണ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഡൗട്ട് ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതുമായിട്ട്, അതായത് നമ്മുടെ എൻട്രോപ്പി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള 2 ലോസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെന്താണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും കൂടെ ഉണ്ട്. ഓക്കെ. യെസ്. രണ്ടും എൻട്രോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താ പറയുക ലോസ് ആണ്.
ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്താണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ്. ഒരു യൂണിവേഴ്സിൽ ഏതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാലും ആ എൻട്രോപ്പി എന്താ ചെയ്യുന്നത്? എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ആര്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമുക്ക് വേറെ രീതിയിൽ പറയാം, ഫോർ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇറ്റ്സ് എൻട്രോപ്പി വിൽ നെവർ ഡിക്രീസ് ഓവർ ടൈം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന്റെ എൻട്രോപ്പി ഒരിക്കലും സമയം കൂടുന്നതിനനുസരിച്ച് കുറയില്ല, അത് കൂടുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചിട്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ നോക്കാം. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ദി എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 0 കെൽവിൻ ഓർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇസ് 0. അത് നമുക്ക് എന്തായാലും ഷുവർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു അയോൺസ് ഓർഡർലി ആയിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓർഡർലി എന്ന് ഞാൻ അപ്പം എടുത്തു പറഞ്ഞു. ഓർഡർലി ആണെങ്കിൽ അവരുടെ എസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണോ? അതാണ് പറഞ്ഞത് ദ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ അറ്റ് ടെമ്പറേച്ചർ ഓഫ് 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് 0. ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യാം? ലാറ്റിസ് എൻതാൽപ്പി ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് അവരവിടുന്ന് മൂവ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ എൻട്രോപ്പി ഉണ്ടാവും. അല്ലാത്ത പക്ഷം അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ അവരെന്താണ്? അവരുടെ എൻട്രോപ്പി ഈസ് 0 എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് നമ്മുടെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്? നമ്മുടെ വീക്ക് ക്വിസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ. സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ലോ ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് ഫ്രം തെർമോഡൈനാമിക് ഡാറ്റ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് യൂസ് ചെയ്തിട്ടാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എൻട്രോപ്പി, നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ ഗിബ്സ് എനർജി. എന്താണ് ഗിബ്സ് എനർജി? ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദാറ്റ് ഈസ് ദ അമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ യൂസ്ഫുൾ വർക്ക്. ഓക്കെ, അതായത് മാക്സിമം amount ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ഒരു സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം amount ഓഫ് എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗിബ്സ് എനർജി എന്നുള്ളത്. അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, G ഈക്വൽ ടു H മൈനസ് TS എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അതെന്താണ്? ദാറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അഗെയിൻ നമ്മുടെ amount ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണത്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എന്ത് എക്സെപ്റ്റ് വർക്ക് ആൻഡ് ഹീറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ ജി, ഡെൽറ്റ എസ് ആൻഡ് ഡെൽറ്റ എച്ച് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ G ഈക്വൽ ടു H മൈനസ് TS ആണ്. ഇനി ഞാൻ ഇതിനെ ഡെൽറ്റ ജി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ഈ ഡെൽറ്റ TS. കറക്റ്റ് അല്ലേ? യെസ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് എസ് ഡെൽറ്റ ടി സിസ്റ്റം മൈനസ് എന്ത്? ടി ഡെൽറ്റ എസ് സിസ്റ്റം. ഇങ്ങനെ എഴുതാലോ? യെസ്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ജി സിസ്റ്റം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ഓഫ് എന്ത്? ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് അല്ലെങ്കിൽ പ്ലസ് എന്ത് എസ് ഡെൽറ്റ ടി സിസ്റ്റം. ക്ലിയർ അല്ലേ? മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ആയത്. ക്ലിയർ? ഇതിന് ഞാൻ ആദ്യം എഴുതി, ഇതിന് ഞാൻ തന്നെ എഴുതി. ഇനി ഫോർ ആൻ ഐസോതേർമൽ കണ്ടീഷൻ, ഒരു ഐസോതേർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? ഡെൽറ്റ ടി ഈക്വൽ ടു 0 ആയിട്ട് മാറും. സോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഡെൽറ്റ ജി സിസ്റ്റം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് വരും. ഫോർ ആൻ ഐസോതേർമൽ കണ്ടീഷനിൽ നമുക്കുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ ജി ആൻഡ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് എന്ന് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? യെസ്. ഇവിടെ നമ്മുടെ ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എൻതാൽപ്പി ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് സിസ്റ്റം. എന്താണ് നമ്മുടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്? ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ക്ലിയർ ആണോ? സിസ്റ്റം.
ക്ലിയർ? യെസ്. എന്താണ് നമ്മുടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്? എൻതാൽപ്പി ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് ദ സിസ്റ്റം. എന്താണ്? എൻതാൽപ്പി ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് ദ സിസ്റ്റം ആണ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മുടെ ടി ഡെൽറ്റ എസ്? അതായത് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് നമ്മൾ എന്തിനാ മൈനസ് ചെയ്യാണ്? അൺഅവൈലബിൾ എനർജി വിച്ച് ഇസ് അൺഅവൈലബിൾ ഫോർ വർക്ക്. അൺഅവൈലബിൾ ഫോർ വർക്ക്, അതായത് വർക്ക് ചെയ്യാനായിട്ട് അൺഅവൈലബിൾ ആയിട്ടുള്ള എനർജിനെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി കിട്ടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ വർക്ക് ചെയ്യാൻ കഴിയാത്ത എനർജിനെ നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്ത്? നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ ഗിബ്സ് ഹെൽമോൾസ് ഇക്വേഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. എന്താണ്? ഗിബ്സ് ഹെൽമോൾസ് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ. ഡെൽറ്റ ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീ എനർജി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇനി നമുക്കുള്ള ഇക്വേഷൻ എന്താണ് ഇവിടെ? ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇതിന്റെ യൂണിറ്റ് വരുന്നുണ്ടായിരിക്കുക? ഡെൽറ്റ എച്ചിന്റെ യൂണിറ്റ് ജൂൾ ആണ്. സോ ജൂൾ മൈനസ് കെൽവിൻ ഇൻറ്റു എന്താണ്? ഡെൽറ്റ എസ് എന്താണ്? ക്യൂ ബൈ ടി ആണല്ലേ. സോ ക്യൂ എന്ന് പറഞ്ഞാൽ അഗെയിൻ ജൂൾ ബൈ കെൽവിന് വരും. സോ കെൽവിനും ക്യാൻസർ, ജൂൾ മൈനസ് ജൂൾ, അഗെയിൻ നമുക്ക് കിട്ടുന്നത് ജൂളായിരിക്കും. സോ ഡെൽറ്റ ജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ ആണ്. ഡെൽറ്റ ജിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ അക്കോർഡിംഗ് ടു ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് നമുക്ക് പറയാം. കറക്റ്റ് അല്ലേ? യെസ്. ഇനി ഡെൽറ്റ എസ് സറൗണ്ടിങ്ങിനെ നമുക്ക് എങ്ങനെ പറയാം? ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഓക്കെ, ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടി അല്ലേ? ഓക്കെ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവിടെ ഉണ്ടാവുന്ന സറൗണ്ടിങ്ങിൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച്, സറൗണ്ടിങ് എടുത്ത എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ റിലീസ് ചെയ്ത എമൗണ്ട് ഓഫ് എനർജി. സോ അതിന് നമുക്ക് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടി എന്ന് എഴുതാം. ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടി അറ്റ് തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ അവര് എന്താണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് എടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം കൊടുക്കുന്ന ഹീറ്റ് ആണല്ലോ. സോ ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് എന്താണ്? ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി. കാരണം ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടീനെ നമുക്ക് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ബൈ ടി ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ എനിക്ക് എന്ത് കിട്ടും? ടി ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? യെസ്, 1 മിനിറ്റ്. എന്താണ്? ടി ഡെൽറ്റ എസ് ടോട്ടൽ മൈനസ് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് എനിക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് നമുക്കറിയാം എന്താണ്? ഡെൽറ്റ എസ് ടോട്ടൽ അല്ലെങ്കിൽ ടി ഡെൽറ്റ എസ് ടോട്ടൽ നമ്മുടെ എന്താ പറയാ? യെസ്, ഈക്വേഷനിൽ ഇവിടെ ഒരു തെറ്റുണ്ടായിരുന്നു. എന്താണ് ഇവിടെ വരുന്നത്? യെസ്, ഓക്കെ. മൾട്ടിപ്ലൈ ബൈ ടി ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് കിട്ടും ടി ഡെൽറ്റ എസ് ടോട്ടൽ ഈക്വൽ ടു ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് എച്ച് ഡെൽറ്റ എച്ച് സിസ്റ്റം. ക്ലിയർ അല്ലേ? യെസ്. ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് നമുക്കറിയാം ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഇസ് ഗ്രേറ്റർ ദാൻ 0. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇതിലെ മൈനസിനെ പുറത്തേക്ക് എടുത്താൽ എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്താണ്? ഡെൽറ്റ ജി. സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? മൈനസ് ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0. മൈനസ് ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് ഫോർ എ റിയാക്ഷൻ ടു ബി സ്പോണ്ടേനിയസ് ഇറ്റ്സ് ഡെൽറ്റ ജി ഷുഡ് ബി
0. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ എൻഡോതെർമിക് റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? അങ്ങനത്തെ സമയത്ത് അവരുടെ ഡെൽറ്റ ജി വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലേന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എപ്പോഴും നമ്മുടെ എന്താ പറയാ എൻതാൽപ്പി ചേഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് വെച്ചിട്ടോ എന്ത് പറയാൻ പറ്റില്ല, സ്പോണ്ടേനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ ആര് വരുന്നത്? ഫ്രീ എനർജി വരുന്നത്. ഇനി ഫ്രീ എനർജീന്റെ സൈൻ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ ആണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഡെൽറ്റ ജി <0 ആണെങ്കിൽ റിയാക്ഷൻ എന്താണ്? റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഡെൽറ്റ ജി <0 ആണെങ്കിൽ റിയാക്ഷൻ എന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇനി വേറൊരു കാര്യമുള്ളത് എന്താണ്? ഡെൽറ്റ ജി =0 അറ്റ് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? കാരണം ആ സമയത്ത് നമ്മുടെ എൻതാൽപ്പിയും നമ്മുടെ എൻട്രോപ്പിയും എല്ലാവരും എന്താണ്? 0 ആണ്. സോ ഡെൽറ്റ ജി =0 അറ്റ് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി എഫക്ട് ഓഫ് ടെമ്പറേച്ചറിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഇക്വേഷൻ അഗെയിൻ വരുന്നത് എന്താണ്? ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഇനി നമുക്ക് പറയാം ഈ ഒരു സംഭവം നമുക്ക് എന്താവണം? നെഗറ്റീവായിട്ട് വരണം. അപ്പോഴാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാന്നുള്ളത്. സോ അത് എപ്പോഴും നെഗറ്റീവ് ആവും. ഏത് കണ്ടീഷനിൽ നമ്മുടെ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ആയി കഴിഞ്ഞാൽ അറ്റ് ഓൾ ടെമ്പറേച്ചർ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. അറ്റ് ഓൾ ടെമ്പറേച്ചർ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. പക്ഷെ എല്ലാ കണ്ടീഷനിലും ഇതിങ്ങനെ എന്താ പറയാ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ഉള്ള കണ്ടീഷൻ മാത്രമാണോ നമുക്കുള്ളത്? അല്ലാത്ത കണ്ടീഷൻസ് നമുക്ക് ഉണ്ട്. സോ നമുക്ക് എഗെയിൻ പറയാൻ പറ്റും എന്താണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇവിടെ മൈനസ് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ടി ഡെൽറ്റ എസ് നെഗറ്റീവ് കിട്ടും. ടി ഡെൽറ്റ എസ് നെഗറ്റീവും ഈ നെഗറ്റീവും വന്നിട്ട് എന്താവും? പോസിറ്റീവ് ആവും. ഇവിടെ നമുക്ക് എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. സോ ഈ വാല്യൂ എന്താണ്? നമുക്ക് ചെറിയ വാല്യൂ ആവണം. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാണ് നടക്കുക? ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. എപ്പോ? അറ്റ് ലോ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എന്താവും? സ്പോണ്ടേനിയസ് ആവും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ പോസിറ്റീവ് വാല്യൂ എന്ത് ചെയ്യണം? കുറയണം. എന്നിട്ട് നെഗറ്റീവ് വാല്യൂ കൂടണം. അപ്പോഴേ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടുള്ളൂ? നെഗറ്റീവ് കിട്ടുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി സെയിം കണ്ടീഷനിൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. എപ്പോ? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് വാല്യൂ എന്തായിരിക്കും? വലുതായിരിക്കും. സോ ഈ നെഗറ്റീവ് വലിയ പോസിറ്റീവ് വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടെ രണ്ടും ഇതെന്താണ്? സ്പോണ്ടേനിയസ് ആണ്. ഇവിടെ എന്താണ്? നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇവർ രണ്ടുപേരും നെഗറ്റീവ് ആവുന്ന രണ്ട് കണ്ടീഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി രണ്ടും പോസിറ്റീവ് ആണെങ്കിലോ? ഡെൽറ്റ എച്ച് പോസിറ്റീവ്. ഓക്കെ, ഇനി ഡെൽറ്റ എസും പോസിറ്റീവ് ആയാൽ ഇത് നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ഈ നെഗറ്റീവ് വലിയ ആളാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂട്ടണം. ടെമ്പറേച്ചർ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നെഗറ്റീവ് കിട്ടും. അതായത് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇവരെന്തായിരിക്കും? സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? സെയിം കണ്ടീഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ എന്ത് വരും? അറ്റ് ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ മൈനസ് എന്ത് ചെയ്യും? മൈനസ് ഒരു ചെറിയ വാല്യൂ വരും. സോ അതാ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് അത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്കുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവര് ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എസ് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് വിച്ച് വിൽ ഓൾവേസ് ഗിവ് എ പോസിറ്റീവ് വാല്യൂ. ദാറ്റ് മീൻസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ ഇവരെന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. സോ ഇവിടെ നെഗറ്റീവ് കാണിക്കുന്ന എല്ലാം എന്താണ്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. എഗെയിൻ ഇതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഈ രണ്ട് പോസിറ്റീവ് എന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇതെന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. ക്ലിയർ അല്ലേ? അറ്റ് ഓൾ ടെമ്പറേച്ചർ, അറ്റ് ലോ ടെമ്പറേച്ചർ, അറ്റ് ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാരണം നമുക്കറിയാം ഡെൽറ്റ ജിന്റെ വാല്യൂ <0 ആയി കഴിഞ്ഞാൽ റിയാക്ഷൻ എന്താണ് നമ്മൾ പറഞ്ഞു? സ്പോണ്ടേനിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, നോ ഡൗട്ട്സ്.
ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ കണ്ടീഷൻസ് ഫോർ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡെൽറ്റ ജിയും നമ്മുടെ ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ്. സോ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണ്, ഈ കാര്യമൊന്നും ഞാനിവിടെ വായിക്കുന്നില്ല, കാരണം നമുക്കറിയാം എന്താണ് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്നുള്ളത് അല്ലേ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ അറിയാം ദിസ് ഈസ് വാട്ട് ഈസ് എൻ ഇക്വിലിബ്രിയം. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആവുന്ന സമയം, അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? യെസ്, ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കുന്നുള്ളൂ. കറക്റ്റ് അല്ലേ? യെസ്, സൈമൾട്ടേനിയസ്ലി ഫോർവേഡും ബാക്ക്വേർഡും നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ആൻഡ് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ടു ദി പവർ, അവരുടെ എന്ത് വേണം, അവരുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതണം, ടു ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇതാണ് എന്ത് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാലോ, കറക്റ്റ് അല്ലേ? യെസ്, ഇത് ബേസ് ചെയ്തിട്ട് നമുക്കുള്ള ഇക്വേഷൻ ആണെന്ത് നമ്മുടെ യെസ്. ആൻഡ് ഓൾസോ നമുക്കറിയാം അറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ അവരുടെ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ ജി മൈനസ് ആർ ടി എൽ എൻ കെ, സോറി ഡെൽറ്റ ജി പ്ലസ് ആർ ടി എൽ എൻ കെ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്ത് വരാനുള്ളത്. ഓക്കെ, ഡെറിവേഷൻ ഒന്നുമില്ല, ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി ഇത് നാച്ചുറൽ ലോഗരിതത്തിലാണുള്ളത്. ഈ നാച്ചുറൽ ലോഗരിതത്തിനെ എങ്ങനെ നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ബേസ്ഡ് ലോഗരിതത്തിലേക്ക് മാറ്റാം? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, -2.303 ലോഗ് എന്ന് എഴുതിയാൽ മതി. സോ -2.303 ആർ ടി ലോഗ് കെ നമുക്ക് എഴുതാം, വേർ കെ ഇസ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസും ഓർത്ത് വെക്കുക. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണോ? യെസ്, അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. Okay, so first one, calculate the delta Rg0 for the conversion of oxygen to ozone. Okay, yes, at 298 Kelvin, if Kp for this conversion is 2.47 into 10 power minus 29. നമുക്ക് Kp തന്നിട്ടുണ്ട് അല്ലെങ്കിൽ K തന്നിട്ടുണ്ട്, that is 2.47 into 10 power minus 29 ആണ് ഡെൽറ്റ Rg0 ആണ് നമ്മോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ആ റിയാക്ഷന്റെ ഗിബ്സ് ഫ്രീ എനർജി എത്രയാണെന്നുള്ള കാര്യം. ഓക്കെ, സോ ഡെൽറ്റ Rg0 ഈക്വൽ ടു മൈനസ് 2.303 RT ലോഗ് K ആണ്. ദാറ്റ് മീൻസ് മൈനസ് 2.303, നമുക്കെല്ലാം ജൂൾസിലൊക്കെ ആയതുകൊണ്ട് 8.314 നമ്മൾ എടുക്കുക. ആറിന്റെ വാല്യൂ, ദെൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 298 കെൽവിൻ ആണ്. സോ ലോഗ് 2.47 ഇൻറ്റു 10 പവർ മൈനസ് 29 വരും. ഓക്കെ അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് K ആണ്. ഇതിന് നമുക്ക് ആരെ തന്നിട്ടുണ്ട്? ഡെൽറ്റ Rg0 മൈനസ് 13.6 കിലോ ജൂൾ പെർ മോൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് പറയാം എന്താണ് ലോഗ് K ഈക്വൽ ടു എന്തായിരിക്കും ഡെൽറ്റ Rg0 മൈനസ് ഡെൽറ്റ Rg0 ഡിവൈഡഡ് ബൈ 2.303 RT. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ഇവിടെ അഗെയിൻ 8.314 കൊടുക്കുക, 298 കെൽവിൻ കൊടുക്കുക, മൈനസ് 13.6 ഇൻറ്റു 10 പവർ 3 കൊടുക്കുക. ഡൺ. അപ്പൊ നമുക്ക് ലോഗിന്റെ വാല്യൂ കിട്ടും. K കിട്ടണമെങ്കിൽ ആന്റി ലോഗ് ഈ കിട്ടുന്ന വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വലിയ ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ലൈവുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ NCERT ലൈൻ ബൈ ലൈനും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് നോക്കുക. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഡു ജോയിൻ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ യെസ്, അവിടെ നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, അപ്പം ഇനിയും ലൈക്ക് ചെയ്യാത്തവരായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ദിസ് ഇസ് മീ ഷിവില സൈനിങ് ഓഫ് ഫ്രം വേദാന്ത മലയാളം. സീ യു അഗൈൻ. ബൈ.